അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ വളരെ പ്രയാസത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും പറയുന്ന ഒരു കാര്യമാണ്, ഭർത്താവിനെ കൊണ്ട് എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭർത്താവ് എപ്പോഴും വഴക്ക് പറയും, വെറുതെ ഒരു കാര്യവുമില്ലാതെ വന്ന് ആക്രമിക്കും. മാത്രമല്ല ലഹരി പദാർത്ഥം ഉപയോഗിക്കും, കഞ്ചാവ് വലിക്കും, കള്ള് കുടിക്കും, അതുപോലെ എപ്പോഴും സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല അധിക സമയവും ഫോണിൽ മറ്റുള്ള അന്യ സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചിലവിന് തരുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, മക്കളുടെ പഠനം, ഹോസ്പിറ്റൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഭർത്താവ് നോക്കുന്നില്ല. അതുപോലെ എപ്പോഴും വഴക്ക് പറഞ്ഞ് എൻ്റെ കുടുംബത്തെ ചീത്ത പറഞ്ഞ് എപ്പോഴും തെറി വാക്കുകൾ പറയുകയും ആക്രമിക്കുകയും ചെയ്യുകയാണ്. വലിയ പ്രയാസത്തിലാണ് എന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കൊക്കെയും ഉപകാരപ്പെടുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, എന്നാലോ ഭർത്താവ് അറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഓതിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കുക, വീട്ടിലെ ഭക്ഷണം തയ്യാറാക്കുക. എന്നിട്ട് ആ ഭക്ഷണം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവിന് ഒരു സംശയവും ഉണ്ടാകില്ല. അല്ലാതെ നിങ്ങൾ ആ മന്ത്രിച്ച വെള്ളം നേരിട്ട് ഇത് മന്ത്രിച്ച വെള്ളമാണ്, നിങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട്, എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, മക്കളെയും എന്നെയും നോക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ മന്ത്രിച്ച വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടെ പ്രശ്നങ്ങൾ അധികരിക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല പിന്നീട് നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സംശയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭർത്താവ് അറിയാതെ നിങ്ങൾ മന്ത്രിച്ച ആ വെള്ളം കൊണ്ട് ഭക്ഷണം തയ്യാറാക്കി ആ ഭക്ഷണം നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുക. എങ്ങനെയെങ്കിലും ആ മന്ത്രിച്ച വെള്ളം ഭർത്താവിൻ്റെ വയറ്റിൽ എത്തിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ഭർത്താവ് നല്ല സ്വഭാവമുള്ള, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും നോക്കുന്ന നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവായി മാറും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ ഈ ഒരു കാര്യം ചെയ്തിട്ട് അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭർത്താക്കന്മാർ നല്ല സ്വഭാവമുള്ള, അവരുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറി നല്ല ഭർത്താവായി മാറിയ എത്രയോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഈ കാര്യം ചെയ്തു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും സ്വഭാവങ്ങൾ നന്നാക്കി തരുമാറാകട്ടെ. മരണം വരെ നല്ല ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പരസ്പരം ജീവിക്കാനുള്ളൊരു തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, എനിക്ക് പറയാനുള്ളത് ഭാര്യമാരോടാണ്. എന്നാൽ ഇത് കേൾക്കുന്ന പുരുഷന്മാർ, ഭർത്താക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന സ്ത്രീ, ഭാര്യ, ആ ഭാര്യയുടെ ഉപ്പ നമ്മുടെ കൈപിടിച്ച് നമ്മോടുള്ള വിശ്വാസത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിട്ടാണ് നമുക്ക് ആ പെണ്ണിനെ നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബലിഷ്ഠമായ ഒരു കരാറാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന, നിക്കാഹ് ചെയ്ത് കൊണ്ടുവരുന്ന സ്ത്രീ, അത് മറ്റൊരു വീട്ടിൽ, മറ്റൊരു കുടുംബത്തിൽ ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മകളായി അവർ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഒരു കുറവും വരുത്താതെ സ്നേഹത്തോടു കൂടി ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളുടെ മനസ്സ് വേദനിപ്പിക്കാതെ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നല്ല സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി വളർത്തിയ ആ പൊന്നു മകളെ നമ്മോടുള്ള വിശ്വാസത്തിൽ നമ്മിൽ ഏൽപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും ആ പെണ്ണിനെ നമ്മൾ വേദനിപ്പിക്കരുത്. മാത്രമല്ല ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് സാക്ഷിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയൊരു കരാറിലൂടെ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഭാര്യ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിഷമിപ്പിച്ചാൽ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ, അവരെ നിങ്ങൾ ആക്രമിച്ചാൽ,
അവരെ നിങ്ങൾ കരയിപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടില്ല. ദുനിയാവിൽ നിങ്ങൾ എന്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയമുണ്ടാകില്ല. കാരണം നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കച്ചവടത്തിലെ ബിസിനസ്സിലെ ബർക്കത്ത് എടുത്തു കളയും. കച്ചവടം എന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകില്ല. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പരാജയമായിരിക്കും, ബർക്കത്ത് ഉണ്ടാകില്ല. എത്ര ആളുകളുണ്ട്, വലിയ വലിയ ബിസിനസ് തുടങ്ങും, മറ്റു പല കാര്യങ്ങളെല്ലാം ചെയ്യും, എന്നാൽ അതിലൊക്കെയും പരാജയം, എല്ലാം തകർന്നു പോവുക, പിന്നീട് വലിയ കടക്കാരനാകുക, പിന്നീട് എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു പോവുക. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യയെ വേദനിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉമ്മയെ വേദനിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മാതാപിതാക്കളെ വേദനിപ്പിച്ചാലും ഇതേ അവസ്ഥയാണ്. ഇതിനേക്കാൾ ഭയാനകമാണ് നമ്മൾ മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ. നമ്മളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഭാര്യമാരെ സംബന്ധിച്ചിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വലിയ ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. കാരണം ഈ കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാർക്ക് അല്പം സൗന്ദര്യം കുറവായതുകൊണ്ട്, നിറം കുറവായതുകൊണ്ട്, ബോഡി ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട്, അവർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി കുറവായതുകൊണ്ട്, അവൾക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്നും ലഭിച്ച സ്ത്രീധനത്തിൻ്റെ കണക്ക് പറഞ്ഞ്, സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞ്, പണത്തിൻ്റെ കണക്ക് പറഞ്ഞ്, അവളുടെ പല പോരായ്മകളും പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, ആക്രമിക്കുന്ന ഭർത്താക്കന്മാർ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അത്തരത്തിലുള്ള ചിന്ത തരാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മരണം വരെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തിൽ കഴിയാനുള്ള ഒരു തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഭർത്താക്കന്മാർ പല രൂപത്തിലാണ് ഉള്ളത്. ചില ഭർത്താക്കന്മാർ നല്ല സ്നേഹത്തിലായിരിക്കും അവരുടെ ഭാര്യ മക്കളുമായിട്ട്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. മാത്രമല്ല, ഭാര്യയോട് അവൻ്റെ ജീവന് തുല്യമായിരിക്കും അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്, അവർക്ക് ഭാര്യമാരോട് ഒരു സ്നേഹവും ഉണ്ടാകില്ല, അവരുടെ മക്കളോട് ഒരു സ്നേഹവും ഉണ്ടാകില്ല, അവർക്ക് വേണ്ട ഒരു കാര്യവും ചെയ്തു കൊടുക്കുന്നുണ്ടാകില്ല. വിവാഹം കഴിച്ചു, ഭാര്യയും മക്കളുണ്ടോ? ആ മക്കളുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു ഭർത്താവ് എന്നൊരു പേര്, അല്ലാതെ ആ ഭർത്താവിനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. മാത്രമല്ല, എപ്പോഴും ആക്രമിക്കുക, രാത്രിയായാൽ കള്ള് കുടിച്ച്, കഞ്ചാവടിച്ച്, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വീട്ടിൽ വന്ന് എപ്പോഴും അടിക്കുക, വഴക്ക് പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വീട്ടിലെ പാത്രങ്ങൾ എടുത്തെറിയുക, ഭക്ഷണം ചിന്തുക, ഇത്തരത്തിലുള്ള ദുസ്വഭാവം. ഇത്തരത്തിൽ ഭർത്താവിൻ്റെ ഈ ദുസ്വഭാവം കൊണ്ട് എത്രയോ ഭാര്യമാർ അവരുടെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും, ഒന്ന് ജീവിതം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന്, മരിച്ചാൽ മതിയായിരുന്നു എന്ന്. അത്തരത്തിൽ ഭർത്താവിനെ കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട്, അവരുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ട്, ഇഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, ഒരു സന്തോഷമില്ലാതെ ജീവിക്കുന്ന എത്രയെത്ര സ്ത്രീകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സമാധാനം നൽകട്ടെ. അവരുടെ ഭർത്താവിന് നല്ലൊരു സ്വഭാവം നൽകുമാറാകട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ. ഇനി മൂന്നാമത്തെ വിഭാഗം ഭർത്താക്കന്മാർ, അവരെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകില്ല, അവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അവർ ആക്രമിക്കില്ല, വഴക്ക് പറയില്ല, അടിക്കുകയൊന്നും ചെയ്യില്ല. എന്നാൽ അവരെക്കൊണ്ടും ഒരു ഉപകാരവും കിട്ടുന്നുണ്ടാകില്ല. ഉപകാരം എന്ന് പറഞ്ഞാൽ ചിലവിനൊക്കെ കൊടുക്കുന്നുണ്ടാകും, പണം കൊടുക്കുന്നുണ്ടാകും, വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ടാകും, അതൊക്കെ ഉണ്ടാകും.
എന്നാൽ ഈ വിഭാഗം ഭർത്താക്കന്മാരുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഭാര്യമാരോട് ഒന്ന് പുഞ്ചിരിക്കുകയില്ല, സംസാരിക്കുകയില്ല, ഒരു സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ പറയുകയില്ല, അവരുമായിട്ട് കൂടിച്ചേർന്ന് ഭക്ഷണം കഴിക്കില്ല. മാത്രമല്ല രാത്രി സമയം ഉറങ്ങൽ, ഭാര്യയും മക്കളും മറ്റൊരു റൂമിൽ, ഭർത്താവ് മാത്രം മറ്റൊരു റൂമിൽ അന്തിയുറങ്ങുക, ഭാര്യയുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക, അതിനൊന്നും താല്പര്യമില്ലാതെ മറ്റൊരു ചിന്തയോടുകൂടിയും ഹാലോടുകൂടിയും ജീവിക്കുന്ന ഭർത്താക്കന്മാർ, അവർക്ക് ഭാര്യയോടും മക്കളോടും ഒരു ബന്ധവും ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള വിഭാഗമുള്ള ഭർത്താക്കന്മാരുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ ആകേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ വിഭാഗത്തിൽപ്പെട്ട ഭർത്താക്കന്മാരാണ് ആകേണ്ടത്. അങ്ങനെയാണ് ഏതൊരു സഹോദരിമാരും ഏതൊരു ഭാര്യമാരും ഇഷ്ടപ്പെടുക, അത്തരത്തിലുള്ള ഭർത്താക്കന്മാരെയാണ്. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതെയാകാൻ, ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടമുണ്ടാകാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഭർത്താവ് നിങ്ങളുമായിട്ട് പ്രശ്നത്തിന് വരുന്ന സമയത്ത്, അവർ നിങ്ങളോട് വഴക്കിടുന്ന സമയത്ത് നിങ്ങൾ ഒരു അക്ഷരവും മിണ്ടാതിരിക്കുക. നിങ്ങൾ ക്ഷമയോടുകൂടി ഒന്നും പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നതും പ്രശ്നം അധികരിക്കുന്നതും. ഭർത്താവ് നിങ്ങളോട് വഴക്കിടുന്ന സമയത്ത് നിങ്ങൾ കരുതുക, ഭർത്താവ് മറ്റാരോടോ വഴക്കിടുകയാണ്, മറ്റാരോടോ ചീത്ത പറയുകയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതി നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക. നിങ്ങൾ സൈലൻ്റായി ഇരുന്നാൽ തന്നെ ആ പ്രശ്നം അതോടുകൂടി അവിടെ നിൽക്കും. നിങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് ഭർത്താവിന് വീണ്ടും ദേഷ്യം അധികരിക്കുകയും ആ പ്രശ്നം വലിയൊരു പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതും. ഭർത്താവ് നിങ്ങളുടെ ഉമ്മയെ ചീത്ത പറയുന്നുണ്ടാകും, നിങ്ങളുടെ ഉപ്പയെ ചീത്ത പറയുന്നുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തെ കുറ്റം പറഞ്ഞ് പലതും പറയുന്നുണ്ടാകും. എന്നാൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരും. എന്നാൽ ആ ദേഷ്യം അടക്കി പിടിച്ച് നിങ്ങൾ ഒരു അക്ഷരവും മിണ്ടാതെ സൈലൻ്റായി നിന്നാൽ തന്നെ ആ പ്രശ്നം അവിടെ നിൽക്കും. ഭർത്താവ് തന്നെ നിങ്ങളുമായി വഴക്കിടുന്നത് നിർത്തും. കാരണം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഭർത്താവിന് തോന്നുമ്പോൾ ഭർത്താവിൻ്റെ ആ വാക്കിനൊന്നും ഒരു പ്രസക്തി ഉണ്ടാകില്ല. അതോടുകൂടി ആ വഴക്കവിടെ നിർത്തും, പ്രശ്നങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യും. ഇതാണ് ഏത് സഹോദരിമാരും ആദ്യം ചെയ്യേണ്ടത്, ക്ഷമയോടിരിക്കുക. മാത്രമല്ല നിങ്ങൾ ക്ഷമയോടെ ഇരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ നിങ്ങളൊന്ന് ക്ഷമിച്ച് നിൽക്കണേ. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ച് നിന്നാൽ നാളെ നിങ്ങൾക്ക് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഭർത്താവുമായിട്ട് ക്ഷമയോടുകൂടി കഴിയുന്ന ഭാര്യമാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത് സ്വർഗമാണ് പ്രതിഫലം. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചതായിട്ട് നിങ്ങൾ കാണും. കാരണം അത്തരത്തിലാണ് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിൽ നിന്നും മരണപ്പെട്ടു പോയത്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗത്തിലെ കൊട്ടാരം കണ്ടിട്ടാണ് മരണപ്പെട്ടത്. അതുപോലെ ഈ ഭൂമി ലോകത്ത് ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന സഹോദരിമാർക്ക്, ഭാര്യമാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള പ്രതിഫലമാണ് നൽകുക എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് സമാധാനം വേണം എങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം ഓതിയതിന് ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മന്ത്രിക്കുക. അതുപോലെ നിങ്ങൾ രണ്ടാമതായി സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതുക. എന്നിട്ട് വീണ്ടും ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. പിന്നീട് നിങ്ങൾ ഓതേണ്ടത് 1 പ്രാവശ്യം
കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക. പിന്നീട് നിങ്ങൾ കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ നാസ് അത് നിങ്ങൾ ഒരു പ്രാവശ്യവും ഓതുക. എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് വീണ്ടും മന്ത്രിച്ച് ഓതുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഓതേണ്ടത് ആയത്തുൽ കുർസി നിങ്ങൾ ഓതേണ്ടത് 3 പ്രാവശ്യമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ഈ ആയത്തുൽ കുർസി നിങ്ങൾ 3 പ്രാവശ്യം ഓതിയതിന് ശേഷം ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന 2 ആയത്ത് സൂറത്തുൽ തൗബയിലെ ഈ 2 ആയത്തുകളും നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക. എന്നതിൻ്റെ ശേഷം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്തായാലും മതി. ഇത് നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലുക. എന്നതിന് ശേഷം ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ അവസാനമായിട്ട് സൂറത്തുൽ ഫുർഖാനിൻ്റെ 74-ാമത്തെ ആയത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഈ ഒരു ആയത്ത് നിങ്ങൾ 3 പ്രാവശ്യവും ചൊല്ലുക. എന്നതിന് ശേഷം നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതുക. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. നിങ്ങളൊരു ലിസ്റ്റായി എഴുതി വെച്ചോളൂ. ആദ്യമായിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം ഓതുക. പിന്നീട് കുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. പിന്നീട് സൂറത്തുൽ ഫലക്ക് കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് 1 പ്രാവശ്യം. അതുപോലെ സൂറത്തുൻ നാസ് കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നിങ്ങൾ 1 പ്രാവശ്യവും ഓതുക. പിന്നീട് നിങ്ങൾ ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതുക. പിന്നീട് സൂറത്ത് തൗബയിലെ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന അവസാനത്തെ 2 ആയത്ത് അത് നിങ്ങൾ 1 പ്രാവശ്യവും ഓതുക. പിന്നീട് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് 3 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ ആയത്ത് അത് നിങ്ങൾ 3 പ്രാവശ്യവും ഓതുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഈ ആയത്താണ് നിങ്ങൾ അവസാനമായിട്ട് 3 പ്രാവശ്യം ഓതേണ്ടത്. ഓരോന്നും ഓതുമ്പോഴും നിങ്ങൾ അതിനുശേഷം ആ ഗ്ലാസ് വെള്ളമുണ്ടല്ലോ നിങ്ങൾ മന്ത്രിക്കാൻ എടുത്തു വെച്ചാൽ അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് ഊതണം. എന്നതിന് ശേഷം ഈ മന്ത്രിച്ച വെള്ളമാണ് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൊടുക്കേണ്ടത്. ഭർത്താവിന് കൊടുത്താൽ ചില ഭർത്താക്കന്മാർ കുടിക്കില്ല. കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ ഒരിക്കലും നിങ്ങൾ ഇത് മന്ത്രിച്ച വെള്ളമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും അത് കുടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കുക. അതായത് നിങ്ങൾ ചോറ് വെക്കുകയാണെങ്കിൽ ആ ചോറിൻ്റെ വെള്ളത്തിൽ ഈ വെള്ളവും ഒഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അപ്പം ചുടുകയാണ്, ആ അപ്പത്തിൻ്റെ മാവിൽ ഈ വെള്ളം കലക്കുക. അതുപോലെ ചായ, എന്തെങ്കിലും ജ്യൂസ്, ഇത്തരത്തിൽ എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിന് പകരം ഈ വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ലേശം ചേർത്ത് കൊണ്ട് ആ ഭക്ഷണം തയ്യാറാക്കുക. അല്ലെങ്കിൽ ഈ വെള്ളം മുഴുവനായിട്ടും ചേർത്ത് ആ ഭക്ഷണം നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ വെള്ളം നിങ്ങളുടെ ഭർത്താവിൻ്റെ വയറ്റിൽ നിങ്ങൾ എത്തിക്കുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ എല്ലാ ചീത്ത സ്വഭാവവും മാറി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പൊന്നുപോലെ നോക്കുന്ന, ഭർത്താവിൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവായി നിങ്ങൾക്ക് ലഭിക്കും. അതോടുകൂടി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ബർക്കത്തുണ്ടാകും.
നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവുമാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒരു കാര്യം നിങ്ങൾ ഭർത്താവ് അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ അവർക്ക് ഇതുപോലെ മന്ത്രിച്ച വെള്ളം, ഭക്ഷണം തയ്യാറാക്കിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓതിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ഭർത്താവ് നല്ലൊരു സ്വാലിഹായ, നിങ്ങളെ സ്നേഹിക്കുന്ന ഭർത്താവായി മാറും. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ഭർത്താക്കന്മാരുടെ ഭാര്യമാരെയും നല്ലവരാക്കി തീർക്കട്ടെ. സ്നേഹിക്കുന്ന, ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറിലും ബറക്കത്തിലുമാക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാവർക്കും അള്ളാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.